ഓർഡർ ഓർഡർ യെസ് എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നു എന്നാണ് ധരിക്കുന്നത്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന ബജറ്റ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ചിരിക്കുന്നു. ജനക്ഷേമ പദ്ധതികൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റ് അവതരണം, ഒപ്പം പറഞ്ഞത് പ്രവർത്തിക്കുന്നു എന്ന ആമുഖത്തോടു കൂടിയായിരുന്നു ധനമന്ത്രി ഈ ബജറ്റ് അവതരിപ്പിക്കാൻ തയ്യാറെടുത്തത്. വലിയ സാമ്പത്തിക പ്രതിസന്ധി അടക്കം നേരിടുന്ന ഘട്ടത്തിലും വലിയ തോതിൽ, അതായത് സർക്കാരിൻ്റെ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് ക്ഷേമ പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് സാധിക്കുന്നു എന്നതായിരുന്നു പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. നികുതി വരുമാനത്തിലടക്കം സർക്കാർ വർധനവ് വരുത്തുകയും ചെലവ് ചുരുക്കിക്കൊണ്ടും അങ്ങനെയുള്ള ഒരു ധന മാനേജ്മെന്റിലൂടെയാണ് സർക്കാർ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കാര്യക്ഷമമായി പ്രവർത്തിച്ചത് എന്നും അതിൻ്റെ തുടർച്ചയാണ് ഇനിയും ഉണ്ടാവുക എന്നതുകൂടി ഉറപ്പ് നൽകിക്കൊണ്ട് ഒരു വോട്ട് മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയുള്ള ക്ഷേമ പദ്ധതികളുടെ ഒരു പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ പോലും പ്രത്യക്ഷമായ ക്ഷേമ പദ്ധതികൾ അല്ല പ്രഖ്യാപിച്ചത്, മറിച്ച് കൂടുതൽ ജനക്ഷേമകരമാകുന്ന തരത്തിലേക്ക് കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക അവസ്ഥയെ മാറ്റുന്ന തരത്തിലുള്ള ബജറ്റ് അവതരണം, പ്രത്യേകിച്ച് അസംഘടിത മേഖലയ്ക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടും അവർക്ക് കൂടുതൽ പരിരക്ഷ നൽകിക്കൊണ്ടുമുള്ള പ്രഖ്യാപനങ്ങൾ ആണ് ഇത്തവണ ബജറ്റിൽ ഉണ്ടായത്. ബജറ്റ് അവതരണത്തിന്റെ തുടക്കത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യവും ഉണ്ടായി. കേന്ദ്രം എല്ലാ തരത്തിലും സർക്കാരിനെ വരിഞ്ഞുമുറുക്കുമ്പോൾ, കേരളത്തെ വരിഞ്ഞുമുറുക്കുമ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാനുള്ള നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത് എന്നും അങ്ങനെയുള്ള ഒരു ബജറ്റാണ് താൻ അവതരിപ്പിക്കുന്നത് എന്നതുമായിരുന്നു വളരെ കൃത്യമായി ധനമന്ത്രി വ്യക്തമാക്കിയത്. ഇവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും കൂടുതൽ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ സ്കൂൾ കുട്ടികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ആശാമാരുടെ ഓണറേറിയം 1000 രൂപ കൂട്ടിയിട്ടുണ്ട്. അംഗനവാടി ടീച്ചർമാരുടെ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 1.27 ലക്ഷം കോടിയാണ് സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം എന്നതായിരുന്നു ധനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ വലിയ ക്ഷേമ പദ്ധതികൾ എന്ന നിലയ്ക്ക് അപ്പുറത്ത് ഞാൻ സൂചിപ്പിക്കുന്ന പോലെ ഒരുപക്ഷെ സാമ്പത്തികമായ ഉന്നമനത്തിലേക്ക് ഇടനിലക്ക അല്ലെങ്കിൽ ഇടത്തരക്കാരെ കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നതായിരുന്നു ഈ ബജറ്റിന്റെ ഉള്ളടക്കത്തിലൂടെ മനസ്സിലാകുന്നത്. ഇപ്പോൾ വി അരുൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രത്യക്ഷമായ പ്രഖ്യാപനങ്ങൾ, വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങൾ, ആ നിലയിലുള്ള സൂചനകളായിരുന്നുവെങ്കിൽ ഇത്തവണ നമുക്ക് ബോധ്യപ്പെടുന്നത് അങ്ങനെയല്ല, മറിച്ച് ജനക്ഷേമത്തിന് ഊന്നൽ നൽകുമ്പോൾ പോലും അത് കൃത്യമായി സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്തുന്ന, പ്രത്യേകിച്ച് ഇടത്തരക്കാർ, ഓട്ടോ തൊഴിലാളികൾ, അങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന, അവർക്ക് കൂടുതൽ ഭദ്രത ഉറപ്പുതരുന്ന രീതിയിലുള്ള ഒരു ബജറ്റ്, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് മാത്രമല്ല, ഒരു തുടർഭരണം ലക്ഷ്യമിട്ടുകൊണ്ടുകൂടിയുള്ള ഒരു ബജറ്റ് അതിനെ കാണണം. ഒരു പുതിയ സർക്കാർ വന്നാൽ എന്തൊക്കെ ചെയ്യണം എന്നതിന്റെ ഒരു കൃത്യമായ നിർദ്ദേശമാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചത്. അതായത് തുടർഭരണം ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇടതുമുന്നണി നടത്തുന്നത്. വലിയ രാഷ്ട്രീയ തിരിച്ചടിയുടെ സാഹചര്യത്തിലും തുടർഭരണം ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പുള്ള ഒരു സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത്, ആ രീതിയിലുള്ള പ്രഖ്യാപനമാണ് ഇതിൽ സർക്കാർ നടത്തിയിരിക്കുന്നത്. കെ.എൻ. ബാലഗോപാലിന്റെ 6ാമത്തെ ബജറ്റിലും ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഏറ്റവും പ്രധാനം സർക്കാർ ജീവനക്കാർക്കുള്ള പരിഗണനയാണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിൽ 5 വർഷ തത്വം പാലിക്കുക എന്നത് സർക്കാർ നടപ്പാക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കാര്യം. കാരണം സർക്കാർ ജീവനക്കാർ വലിയ അതിർത്തിയിലാണ് സർക്കാരുമായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ സർക്കാരുമായി വളരെ എതിർ സാഹചര്യത്തിലായിരുന്നു, സർക്കാരിനെ എതിർക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാർ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ അവിടെ അവർക്ക് വേണ്ടിയുള്ള 12th പേ റിവിഷൻ കമ്മീഷൻ, ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിക്കുന്നു. 3 മാസത്തിനകം ആ റിപ്പോർട്ട് വാങ്ങാനാണ് സർക്കാരിന്റെ ലക്ഷ്യം. 3 മാസത്തിൽ റിപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ ഒരു പ്രഖ്യാപനം സർക്കാർ നടത്തുന്നത്. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻകാരുടെ അവശേഷിക്കുന്ന DA DR കുടിശ്ശികകൾ പൂർണ്ണമായും നൽകാൻ സർക്കാർ തീരുമാനമെടുക്കുന്നു. 1 ഗഡു DA ഫെബ്രുവരി ശമ്പളത്തോടൊപ്പവും അവശേഷിക്കുന്നവ DA ഗഡുക്കൾ മാർച്ച് മാസ ശമ്പളത്തോടൊപ്പവും DA DR കുടിശ്ശിക ഘട്ടഘട്ടമായി കൊടുത്തു തീർക്കുമെന്ന ആ ബജറ്റ് പ്രഖ്യാപനം നടത്തുകയാണ് സർക്കാരുള്ളത്. മറ്റ് പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം അഷ്വേർഡ് പെൻഷൻ പദ്ധതി ഏപ്രിൽ 1 തന്നെ തുടങ്ങുന്നു. സർക്കാർ ജീവനക്കാരെ വലിയ രീതിയിൽ പരിഗണിക്കുന്നു. അഭിലാഷ് സൂചിപ്പിച്ച പോലെ നിലവിലെ NPS സിസ്റ്റത്തിൽ നിന്ന് അവർക്ക് മാറാനുള്ള അവസരം കൊടുക്കുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ വാർത്താ സമ്മേളനം ഇവിടേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാക്കളുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. അതിലേക്ക് നമുക്ക് നേരിട്ട് പോകാം. കട്ടപ്പന തേനി തുരങ്കപാത
ജനതയുടെ സാധ്യതാ പഠനം നടത്താൻ സർക്കാർ 10 കോടി പ്രഖ്യാപിക്കുന്നു. വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 1.82 ലക്ഷം കോടി രൂപയുടെ റവന്യൂ വരും. 2.4 ലക്ഷം കോടി രൂപയുടെ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് തോമസ് ഐസക് അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറെടുക്കുന്നു. ഇതിൽ സൂചിപ്പിക്കുന്ന പോലെ 12ാം ശമ്പള കമ്മീഷൻ ഉൾപ്പെടെ പ്രഖ്യാപിക്കുമ്പോൾ സർക്കാർ ജീവനക്കാർക്ക് കൂടി വലിയ കരുതൽ ഈ ബജറ്റിൽ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. മറ്റ് നിരവധിയായ പ്രഖ്യാപനങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതിക്ക് 30 കോടി, വയനാട് പാക്കേജിന് 80 കോടി, കുട്ടനാട് പാക്കേജിന് 75 കോടി, കാസർഗോഡ് വികസന പാക്കേജിന് 80 കോടി, അയ്യാവൈകുണ്ഠ സ്മാരകത്തിന്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.